PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ച CPIക്കെതിരെ ബദൽ സമരവുമായി SFI. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന ആയുധമാക്കി SFI സമരം തുടങ്ങി. ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് അറിയിച്ചു. PM ശ്രീക്ക് പിന്നാലെ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവും LDF-ൽ പുതിയ പ്രതിസന്ധിയാകുന്നു. CPI ഭരിക്കുന്ന കൃഷി വകുപ്പിനെതിരെ SFI സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് 3 ഇരട്ടി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് SFI സമരരംഗത്തെത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ ഫീസിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പ്രതികരിച്ചു. കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയമായതിനാലാണ് കൂടുതൽ ഇടപെടാത്തത്. TC വാങ്ങിയ വിദ്യാർത്ഥിയെ തിരികെ പ്രവേശനം നൽകാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തിരികെ കോളേജിൽ പ്രവേശനം TC വാങ്ങിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇനി അദ്ദേഹത്തിന് ഇനിയും പഠനമില്ല എന്ന അർത്ഥത്തിൽ ഉണ്ടാവരുത്. TC കൊടുത്തു, TC അദ്ദേഹം വാങ്ങിച്ചു എങ്കിലും തിരികെ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവുകയില്ല. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളടക്കമുള്ളവർക്ക് ഒരു വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല. ഫീസ് വർധനവ് താങ്ങാനാകാതെ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയത്. കോളേജിന്റെ ഫീസ് ഘടന പൂർണ്ണമായി പുനഃപരിശോധിച്ചാൽ മാത്രമേ തിരികെ പഠനത്തിന് കയറുന്നതിൽ ആലോചനയുള്ളൂ എന്ന് അർജുൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.